വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നതിലൂടെ സമൂഹവും വർഗീയവൽക്കരിക്കപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസവും വർഗീയ രൂപവൽക്കരണവും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വിഭജിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല മൗലാന അബ്ദുൽ കലാം ആസാദ് മുന്നോട്ട് വെച്ചു. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ ഭരണം ഇന്ത്യ രാജ്യത്തിന്റെ കീഴിൽ നിൽക്കുക. ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യമെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഓരോ സംസ്ഥാനത്തിനും അധികാരം വിട്ടുകൊടുത്ത് അവർ ആ കാര്യങ്ങൾ നടത്തട്ടെ. സമൂഹത്തെ വർഗീയവൽക്കരിക്കാനായി രണ്ട് രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതിയെ തകർക്കുക, അതിനുശേഷം സിലബസുകൾ തങ്ങളുടേതാക്കി മാറ്റുക. ഇതാണ് തന്ത്രപൂർവമായ അജണ്ട. നിലവിൽ പാഠപുസ്തകം തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സർവകലാശാലയിൽ എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റും അക്കാദമിക് കൗൺസിലുമാണ്, ദിനേശൻ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ അധ്യാപക നിയമനത്തിനും ഇടപെടൽ നടത്താനായി നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ സിലബസ് നിശ്ചയിക്കാൻ കഴിയുന്ന സ്ഥിതിയാണെന്നും മതത്തെ രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MN സത്യൻ, M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ ലോക്കൽ സെക്രട്ടറി BK ബാബുരാജ് സ്വാഗതവും പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു.